these days, I want you to start seeking God. ദൈവത്തിനായി തന്നെ നിങ്ങൾ അവനെ തന്നെ നോക്കുവാൻ. You had encounters with God, some of you. നിങ്ങൾക്ക് പലർക്കും ദൈവവുമായുള്ള പല മുഖാമുഖമായുള്ള അഭിമുഖീകരണങ്ങൾ വന്നിട്ടുണ്ട്. Some of you are experiencing God in a deeper realm. നിങ്ങൾ പലരും ദൈവത്തെ ആഴമായി അറിയുന്നവരാണ്. Some of you are in ministry. നിങ്ങൾ ചിലർ ദൈവ വേലയിലാണ്. But don't be satisfied. എന്നാൽ അതുകൊണ്ടൊന്നും നിങ്ങൾ തൃപ്തരാവരുത്. The minute you are satisfied, നിങ്ങൾ തൃപ്തരാവുന്ന സമയം, the minute you say I have seen it all, നിങ്ങൾക്ക് മതി, എല്ലാം നിങ്ങൾക്ക് ആയി എന്ന് പറയുമ്പോൾ, I have prayed it all, എനിക്ക് എല്ലാം ആയെന്ന് പറയുമ്പോൾ, there stops your relationship with Him. ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം അവിടെ അവസാനിക്കും. You cannot grow beyond that. അതിന് അപ്പുറമായി നിങ്ങൾക്ക് വളരുവാൻ സാധിക്കില്ല. Keep your hunger alive. വിശപ്പ്, ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പ് നിങ്ങൾ നിലനിർത്തുക. Jesus said, blessed is the poor in spirit. യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. What does it mean? അതിന്റെ അർത്ഥം എന്താണ്? Somebody who says, I am not full, Lord. ആരെങ്കിലും ഇങ്ങനെ പറയുന്നവർ, ഞാൻ നിറഞ്ഞിട്ടില്ല കർത്താവേ. Who said, I want more, Lord. കർത്താവേ, എനിക്ക് കൂടുതലായി വേണമെന്ന്. I am poor, Lord. കർത്താവേ, ഞാൻ ദരിദ്രനാണ്. I am experiencing poverty. ആ വിഷയത്തിൽ ഞാൻ ദാരിദ്ര്യം I അനുഭവിക്കുന്നു. want more in that. എനിക്ക് കൂടുതൽ വേണം കർത്താവേ. I want more of you, Lord. എനിക്ക് അങ്ങയെ കൂടുതലായി വേണം. Give me the grace to seek you. അവിടുത്തെ തന്നെ അന്വേഷിക്കുവാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. Give me the grace to seek your face. അവിടുത്തെ മുഖം അന്വേഷിക്കുവാനുള്ള കൃപ എനിക്ക് തരണം Because there കർത്താവേ. is nothing more I want. കർത്താവേ, വേറെ ഒന്നും എനിക്ക് വേണ്ട I കർത്താവേ. don't seek your hand. നിന്റെ കൈ എനിക്ക് വേണ്ട It's കർത്താവേ. not about what you want to give me. നീ എനിക്ക് തരുവാനുള്ളതല്ല ഞാൻ അന്വേഷിക്കുന്നത്. But I want you. കർത്താവേ, അങ്ങയാണ് എനിക്ക് Because I love you. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. Not to go to heaven. കർത്താവേ, സ്വർഗ്ഗത്തിലേക്ക് പോകാനല്ല കർത്താവേ. Lord, because I love you. കർത്താവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട്. Even if you are in hell. കർത്താവേ, ഞാൻ അവിടുന്ന് സ്വർഗ്ഗത്തിലല്ല നരകത്തിലാണെങ്കിൽ പോലും, Even then, അവിടെയാണെങ്കിൽ പോലും I want to be with you. കർത്താവേ, അവിടുത്തോട് കൂടെ ആയിരിക്കും. No matter what. വേറെ ഒന്നും എനിക്ക് വിഷയം. In sickness or in wellness. കർത്താവേ, സന്തോഷത്തിലും സന്താപത്തിലും, In death മരണത്തിൽ or in eternity. അല്ലെങ്കിൽ നിത്യജീവൻ, I want to be with you. നിന്നോട് കൂടെ ആയിരിക്കുവാൻ. This is my relationship with Jesus. ഇതാണ് യേശുവായിട്ടുള്ള എൻ്റെ ബന്ധം. Nothing else should change that. മറ്റൊന്നും അതിനെ മാറ്റരുത്. I only want you, Lord. അങ്ങയെ മാത്രം ഞാൻ The ആഗ്രഹിക്കുന്നു. things അവിടുത്തെ of God വിഷയങ്ങൾ, should take priority in your life. ദൈവിക വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപന്തിയിലേക്ക് ആവട്ടെ. Build a hunger in your life. ആ വിശപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. Build a hunger in your life. ആ വിശപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. Because you can build a hunger നിങ്ങൾക്ക് ആ വിശപ്പിനെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. by saying, Lord, fill me more. യേശുവേ, എന്നെ കൂടുതലായി പണിയണേ, എന്നെ കൂടുതലായി നിറയ്ക്കണമേ എന്ന് When you പറഞ്ഞാൽ, sit with God, if you say, Lord, fill me. നിങ്ങൾ ദൈവത്തിന്റെ യേശുവിന്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയുക, കർത്താവേ, എന്നെ നിറയ്ക്കണമെന്ന് Lord, I പറയും. want to see your presence. Lord. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം എനിക്ക് വേണമെന്ന് I want to പറയുമ്പോൾ, experience your glory. എനിക്ക് നിന്റെ ശക്തിയെ എനിക്ക് അനുഭവിക്കണമെന്ന് പറയുമ്പോൾ, I thank you for yesterday. കർത്താവേ, ഇന്നലത്തെ ഞാൻ ഓർത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. But I want more. കർത്താവേ, എനിക്ക് കൂടുതലായി വേണം. I want more of എനിക്ക് you. കൂടുതൽ വേണം കർത്താവേ. Hallelujah. ഹല്ലേലൂയ. God can only use somebody who's hungry. അങ്ങനെ വിശപ്പുള്ളവരെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. Can you be hungry for God? നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി വിശക്കുന്നവരാകുവാൻ സാധിക്കുമോ? Can you be hungry? നിങ്ങൾക്ക് ആകുമോ? If you can be, അങ്ങനെയെങ്കിൽ God wants to use some of you. അങ്ങനെയെങ്കിൽ നിങ്ങളെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I want to share some testimonies. ചില സാക്ഷ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. There was a man of God called Dave Robertson. ഡേവ് റോബർട്ട്സൺ എന്നുള്ള ഒരു ദൈവ മനുഷ്യനുണ്ടായിരുന്നു. He was working in a secular place. അദ്ദേഹം സാധാരണ ഒരു സാധാരണ ജോലി ചെയ്യുന്ന. He got called by God and he went into full-time ministry. ദൈവം അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പൂർണ്ണ സമയ സുവിശേഷ വേലയിലേക്ക് പോയി. And when he moved into ministry, he had nothing much to do because his church was just beginning. താൻ സുവിശേഷ വേലയിലേക്ക് പോയപ്പോൾ തന്നെ ഒരു ചെറിയ തുടക്കമായിരുന്നു. And as he was sitting there, he decided he would start praying. താൻ സഭയിൽ ഇരുന്നപ്പോൾ താൻ തീരുമാനിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങാം. He made a decision, because I used to work for the world 8 hours a day, I will start praying 8 hours a day. താൻ തീരുമാനിച്ചു, ഞാൻ ലോകത്തിലെ ജോലിക്ക് വേണ്ടി 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ 8 മണിക്കൂർ പ്രാർത്ഥിക്കും. So he started praying. താൻ പ്രാർത്ഥിച്ചു തുടങ്ങി. But once he started praying, താൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ in a few minutes and few hours, ചില മണിക്കൂറുകൾ കൊണ്ട് he realized താൻ ഒരു കാര്യം മനസ്സിലാക്കി. all his prayer subjects were over. താൻ പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങളെല്ലാം തീർന്നു. And he didn't know what to do. എന്ത് ചെയ്യണമെന്ന് താൻ അറിഞ്ഞില്ല. He stood strong to his decision. താൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. So he started praying in tongues. താൻ ഒരിക്കൽ കൂടി താൻ ആത്മാവിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Because when you pray in tongues, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ you don't run out of your needs. നിങ്ങളുടെ വിഷയങ്ങൾ തീരുന്നില്ല.
You don't run out of prayer requests. നിങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ അവിടെ തീരുന്നില്ല. You don't run out of supplications. നിങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ നിങ്ങളെ സമർപ്പിക്കുന്ന അവസ്ഥകൾ തീരുന്നില്ല. So he started praying in tongues. അപ്പോൾ താൻ അങ്ങനെ താൻ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. 1 week, 2 week, 3 week. ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച. After a few weeks, ചില ആഴ്ചകൾ കഴിഞ്ഞ് his secretary came and talked to him. തന്റെ സെക്രട്ടറി വന്ന് തന്നോട് സംസാരിച്ചു. He said, Pastor, you've been praying for so many days. കർത്താവ് ഇത്രയും ദിവസങ്ങൾ താൻ പ്രാർത്ഥിച്ചു. What's been happening with you? എന്താണ് സംഭവിക്കുന്നത്? Pastor said, I don't know. പാസ്റ്റർ പറഞ്ഞു, എനിക്ക് അറിയില്ല. My jaws are tired. ഞാൻ എന്റെ വായൊക്കെ ഇപ്പൊ കഴിക്കുന്നുണ്ട്. My throat is dry. എന്റെ തൊണ്ടയെല്ലാം വറ്റി. But I don't see anything. ഒന്നും ഞാൻ പക്ഷേ കാണുന്നില്ല. He did this for 3 months. 3 മാസം അദ്ദേഹം ഇത് ചെയ്തു. His secretary came down again. തന്റെ സെക്രട്ടറി ഒരിക്കൽ കൂടി വന്നു. Pastor, what's happening? എന്താണ് സംഭവിക്കുന്നത്? He said, I don't know. I've been praying all day. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും മുഴുവൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിയുന്നില്ല. So the secretary said, there is a meeting downtown. സെക്രട്ടറി പറഞ്ഞു, ഇവിടെ അടുത്തൊരു പ്രാർത്ഥന നടക്കുന്നു. And if you're interested, you could go there. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോകാം. Anyway, you've been praying for so long. താങ്കൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതാണല്ലോ. Why don't you go out? എന്തുകൊണ്ട് പുറത്തു പോയിക്കൂടാ? So he came to a meeting like this. ഇതുപോലെ ഒരു പ്രാർത്ഥനയ്ക്ക് താൻ വന്നു. He came and sat behind. താൻ പുറകിൽ വന്നിരുന്നു. And the meeting was going on. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. And he looked to the side. താൻ സൈഡിലേക്ക് നോക്കി. He was distracted. താൻ ഏകാഗ്രത നഷ്ടപ്പെട്ടു. Like some of you are. നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിക്കാം. So he looked to the side. സൈഡിലേക്ക് താൻ നോക്കി. And suddenly his vision changed. പെട്ടെന്ന് തന്റെ ദർശനം മാറി. And what he saw അവിടുന്ന് കണ്ടത് was an X-ray vision. അദ്ദേഹം ഒരു എക്സ്റേ മെഷീനെ കണ്ടവിടെ. X-ray vision. എക്സ്റേ പോലെ ഒരു ദർശനം കണ്ടു. And he was looking at the skeleton of a lady sitting beside him. ഒരു തന്റെ അടുത്തിരിക്കുന്ന സ്ത്രീയുടെ അസ്ഥികൂടത്തെയാണ് താൻ കാണുന്നത്. And he didn't understand what it തനിക്കത് was. മനസ്സിലായില്ല. But he understood God was showing him something. ദൈവം തന്നെ എന്തോ കാണിക്കുന്നു എന്ന് താൻ മനസ്സിലാക്കി. And he looked carefully at that vision. താൻ ആ ദർശനത്തിലേക്ക് അധികം നോക്കി. And as he looked, he saw അദ്ദേഹം നോക്കിയപ്പോൾ താൻ കണ്ടത് in the hip area of that lady, ആ ഇടുപ്പിന്റെ ഭാഗത്ത് it was all dark. അതെല്ലാം ഇരുണ്ടിരിക്കുന്നു. He understood God was talking to him. ദൈവം തന്നോട് സംസാരിക്കുന്നു താൻ This was the first time something like this supernatural was happening to him. ആദ്യമായാണ് അതിമാനുഷികമായ ഇങ്ങനെ ഒരു കാര്യം. But God dwelt with him. ദൈവം അവനോട് പ്രവർത്തിക്കുകയായിരുന്നു. And he understood. അവന് മനസ്സിലായി. And he called this aged lady beside ഈ him പ്രായമുള്ള സഹോദരിയെ തന്റെ അടുത്ത് വിളിച്ചു. and said, സിസ്റ്റർ, സഹോദരി, what is wrong with your leg? താങ്കളുടെ കാലിന് എന്താണ് പ്രശ്നം? So she said, സ്ത്രീ പറഞ്ഞു, I have been brought here in the wheelchair. ഇവിടെ എന്നെ വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്. And I cannot walk. എനിക്ക് നടക്കാൻ സാധിക്കില്ല. I have some problem in the hip. എന്റെ ഇടുപ്പിന് ചില പ്രശ്നങ്ങളുണ്ട്. And he said, can I see your legs? ഞാൻ നിന്റെ കാൽ കാണട്ടെ. So this lady stretched her legs. തന്റെ കാൽ നീട്ടി. And upon stretching, David Robertson could see that there was a high difference in her leg. കാൽ നീട്ടിയപ്പോഴത്തേക്കും അതിന്റെ നീളത്തിൽ വ്യത്യാസമുണ്ടെന്ന് തനിക്ക് മനസ്സിലായി. Immediately the Spirit of God spoke to him. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ചു. And he realized താൻ മനസ്സിലാക്കി that the Spirit of God wanted to do something in this lady. പരിശുദ്ധാത്മാവിനെ ഈ വ്യക്തിയുടെ മേൽ എന്തോ ചെയ്യണമെന്ന് താൻ മനസ്സിലാക്കി. And he said, അവൻ പറഞ്ഞു, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ your leg you grow out now. നിന്റെ കാൽ വളരും. In that second, ആ സെക്കൻഡിൽ തന്നെ the leg started growing out. കാൽ മുമ്പോട്ട് വളരുവാൻ തുടങ്ങി. And it became an equal length. അത് ഒരേ നീളത്തിലായി. This was the first time this happened to him. ഇത് ആദ്യമായിട്ടാണ് തനിക്ക് സംഭവിച്ചത്. And he realized താൻ മനസ്സിലാക്കി he has not been doing anything else താൻ വേറെ ഒന്നും ചെയ്തില്ല, but been speaking in tongues for 3 months all day long. അന്യഭാഷകളിൽ മുഴുനേരവും 3 മാസം താൻ പ്രാർത്ഥിച്ചു. And he started understanding the power of speaking in tongues. ഇതിനെക്കുറിച്ച് താൻ അതിന്റെ ശക്തിയെക്കുറിച്ച് താൻ മനസ്സിലാക്കി. Many of us have received the gift of tongues. പലപ്പോഴും നമ്മൾ പലർക്കും ഈ അന്യഭാഷ വരം ലഭിച്ചിട്ടുണ്ട്. But we don't understand what that is for. പക്ഷെ എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. We think it is to speak some words during worship. ആരാധനയുടെ ഇടയിൽ ചില വാക്കുകൾ സംസാരിക്കുവാൻ മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. But this tongues, പക്ഷെ ഈ അന്യഭാഷ വരം, this gift that God has given you, ഈ വരം നിങ്ങൾക്ക് ദൈവം തന്നത് can change your life. നിങ്ങളുടെ ജീവിതത്തെ സമൂലമായി മാറ്റുവാൻ സാധിക്കും. It can change your ministry. നിങ്ങളുടെ ശുശ്രൂഷയെ അതിന് മാറ്റുവാൻ സാധിക്കും. God has given me the honor to meet many great men of God. ദൈവത്തിന്റെ വലിയ വിലയേറിയ ദാസന്മാരെ പരിചയപ്പെടുവാനുള്ള അവസരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. And everybody's testimony is there is only one secret to their അവരുടെ ministry. എല്ലാവരുടെയും സാക്ഷ്യം ഒന്നായിരുന്നു, ഇതിന് ഒരു രഹസ്യം മാത്രമേ ഉള്ളൂ. The power of the gift of tongues.
പരിശുദ്ധാത്മാവിൽ അന്യഭാഷയുടെ വരം. So this pastor that I spoke to you in the beginning, ഞാൻ ആദ്യം നിങ്ങളോട് സംസാരിച്ച ഡേവിഡ് റോബർട്ട്സിന്റെ കാര്യം, he started writing a book അദ്ദേഹം ഒരു പുസ്തകം എഴുതി തുടങ്ങി on the importance of speaking in tongues. പരിശുദ്ധ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച്. And a man in Bangalore, ബാംഗ്ലൂരിലുള്ള ഒരു വ്യക്തി, in Karnataka, കർണാടകയിലുള്ള ഒരു വ്യക്തി, he happened to get this book. അദ്ദേഹത്തിന് ഈ പുസ്തകം ലഭിച്ചു. And he was excited അദ്ദേഹത്തിന് ഇത് വായിച്ചപ്പോൾ വളരെ സന്തോഷവും നിറവുണ്ടായി. because this young man was in college, അദ്ദേഹം കോളേജിലായിരുന്നു, from a Brahmin background, ഒരു ബ്രാഹ്മിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് താൻ വന്നു. and he came to Christ, അവൻ ക്രിസ്തുവിലേക്ക് വന്നു, kicked out of home, അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. and he was on fire for God. അവൻ യേശുവിന് വേണ്ടി എരിവോടുകൂടിയായിരുന്നു. And he finished his engineering, തന്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് and he wanted to commit his life for Jesus. യേശുവിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. He was working as a professor in the engineering college. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ താൻ ഒരു ലെക്ചറായി വർക്ക് ചെയ്യുമ്പോൾ When he got this book, ഈ പുസ്തകം കിട്ടിയപ്പോൾ and he said, അവൻ പറഞ്ഞു, I'm not going to work for the secular world. ഈ ലോകത്തിന് വേണ്ടി ഞാൻ ഇനി ജോലി ചെയ്യാൻ തയ്യാറല്ല. He said, I'm going to sit 8 hours. ഞാൻ 8 മണിക്കൂർ. So he went to a room. താൻ മുറിയിലേക്ക് പോയി. People thought he was going to the college. ആളുകൾ വിചാരിച്ചു അവൻ കോളേജിലേക്ക് പോവാണെന്ന്. He shut himself. അവൻ തന്നെ മുറിയിൽ അടച്ചു. 8 hours all day long. 8 മണിക്കൂർ ദിവസം തോറും. And sat 6 months. 6 മാസം. And when that man came out, അവൻ പുറത്തു വന്നപ്പോൾ the world knew him as Pastor Ram Babu. ലോകം അവനെ പാസ്റ്റർ രാം ബാബു എന്ന പേരിൽ അറിയപ്പെട്ടു. Hallelujah. Hallelujah. I could keep on saying testimonies after testimonies. അനേക സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ. The church of Pastor Chris, പാസ്റ്റർ ക്രിസിന്റെ സഭ, they've emphasized the gift of tongues very strongly in the church. അന്യഭാഷ വരം അവർ വളരെ പ്രധാനമായി പറയുന്നുണ്ട്. They encourage the people to exercise it regularly. ഇത് നിത്യം ഉപയോഗിക്കുവാൻ അവർ പറയുന്നുണ്ട്. How many of you have heard of John G. Lake? ജോൺ ജി ലേക്ക് എന്ന ദേവദാസനെ കുറിച്ച് നിങ്ങൾ എത്ര പേർ കേട്ടിട്ടുണ്ട്? John G. Lake had ministry in the beginning of the last century, 900s. കഴിഞ്ഞ സെഞ്ചുറിയുടെ തുടക്കത്തിലായിരുന്നു തന്റെ പ്രവർത്തനം. During the Azusa Street revival. അസൂസ സ്ട്രീറ്റ് റിവൈവലിന്റെ സമയത്ത്. And in that time, ആ സമയത്ത് a mighty man of God came on the scene. ദൈവത്തിന്റെ ഒരു വലിയ ദാസൻ അവിടെ വന്നു. And people say, ആൾക്കാർ പറഞ്ഞു, there has never been a healing ministry അതുപോലെയുള്ള ഒരു സൗഖ്യത്തിന്റെ ഒരു in the world like John G. Lake. ജോൺ ജി ലേക്കിന്റെ കൂട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. He has healed hundreds and thousands of people. ആയിരക്കണക്കിന് ആൾക്കാരെ താൻ സൗഖ്യമാക്കിയിട്ടുണ്ട്. At a time when the power of the Holy Spirit was just released back into the church. അതായത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി തിരിച്ച് സഭയിലേക്ക് വന്ന സമയത്താണ്. Hallelujah. Hallelujah. In the 1900s he went to Africa where there was an eruption of Ebola at that time. എബോള ആഫ്രിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ താൻ അങ്ങോട്ട് പോയി. That man went inside. അവിടെ പോയി. Not scared of the virus. ഒന്നും ആ വൈറസിനെ പേടിക്കാതെ. And he healed hundreds and thousands. ആയിരക്കണക്കിന് ആൾക്കാരെ താൻ ദൈവശക്തിയാൽ സൗഖ്യമാക്കി. I have read a testimony about him. ഒരു സാക്ഷ്യം ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. Saying that when one day he was tired healing people because he has been healing people for 2-3 days continuously. 2-3 ദിവസമായി ആൾക്കാരെ കണ്ടിന്യൂസ് ആയിട്ട് താൻ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. being tired, താൻ ക്ഷീണിച്ചു. he told his assistant, let us escape from this place. നമുക്ക് അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. Find a place to sleep. കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാം. And get rest for a few hours and come back. കുറച്ച് മണിക്കൂറുകൾ നമുക്ക് വിശ്രമിച്ചിട്ട് തിരിച്ചു വരാം. So as he was going away, അദ്ദേഹം പോകുമ്പോൾ the people found out. അദ്ദേഹത്തെ കുറിച്ച് ആ കാര്യം ആൾക്കാർ മനസ്സിലാക്കി. And they surrounded him. അദ്ദേഹത്തിന്റെ ചുറ്റും വന്നു. They said, please don't stop me. പറഞ്ഞു, എന്നെ നിർത്തരുത്. I am physically exhausted. ഞാൻ ക്ഷീണിതനാണ്. But seeing the need of the people, പക്ഷെ ആൾക്കാരുടെ വിഷയങ്ങൾ കണ്ടപ്പോൾ there was a post there. അവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. And he prayed on that post. അതിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. He released his spirit to that post. അവന്മേലുള്ള അഭിഷേകം അതിലേക്ക് പകർന്നു. And he said, അവൻ പറഞ്ഞു, each one of you come and touch the post. നിങ്ങളെല്ലാം വന്ന് അതിന്മേൽ തൊടുക എന്ന് പറഞ്ഞു. Word has it that the people that got healed that week by just touching that post was 75,000. 75,000 പേര് ആ ആഴ്ച അതിൽ വന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചു. That kind of a ministry. അതുപോലെയുള്ള ഒരു മിനിസ്ട്രി. World has not seen that kind of ministry. ലോകം അതുപോലെയുള്ള ഒരു മിനിസ്ട്രി പിന്നീട് കണ്ടിട്ടില്ല. This man went back to America. ആ വ്യക്തി തിരിച്ച് അമേരിക്കയിലേക്ക് പോയി. He went to a place in Washington called Spokane. ആ സ്ഥലത്തേക്ക് പോയി. And in Spokane, it seems
Because of his healing ministry, every hospital in Spokane got closed down. അവിടെയുള്ള എല്ലാ ആശുപത്രികളും തന്റെ മിനിസ്ട്രി കാരണം അടച്ചുപൂട്ടേണ്ടി വന്നു. Spokane was declared to be the healthiest state in the world. ലോകത്തിലുള്ള ഏറ്റവും ആരോഗ്യമായിട്ടുള്ള ആൾക്കാരുള്ള ഒരു സ്റ്റേറ്റ് ആയി അതിനെ ഡിക്ലെയർ ചെയ്തു. That is what somebody who carries the Spirit of God can change the world. അങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്തെ മാറ്റുവാൻ സാധിക്കുന്നത്. John G. Lake had this to say about the gift of tongues. ഈ അന്യഭാഷ വരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇതാണ് പറയാനുണ്ടായിരുന്നത്. He said it was the making of my ministry. എന്റെ മിനിസ്ട്രിയെ, എന്റെ ശുശ്രൂഷയെ ഉണ്ടാക്കിയത് അതാണ്. How many of you have heard of Smith Wigglesworth? സ്മിത്ത് വിഗിൾസ്വർത്തിനെ കുറിച്ച് നിങ്ങൾ എത്ര പേർ കേട്ടിട്ടുണ്ട്? See, these are big names. ഒരു വലിയ പേരുകളാണ് ഇത്. I don't want you to listen to the stories and go back. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു പോകാനല്ല ഞാൻ പറയുന്നത്. This is about training doers of the word. ഇത് ചെയ്യുന്ന ആൾക്കാരെ പഠിപ്പിക്കുവാനാണത്. We are not here to make you listen to it. ഇത് കേൾക്കുവാൻ ഉള്ളതല്ല. Not just be hearers of the word. കേൾക്കുവാൻ മാത്രമുള്ളതല്ല. But to be doers of the word. ചെയ്യുവാനുള്ളതാണ്. Smith Wigglesworth, everybody knows Smith Wigglesworth. സ്മിത്ത് വിഗിൾസ്വർത്തിനെ എല്ലാവർക്കും അറിയാം. They asked him, Smith, why don't you ever take a vacation or a holiday? എന്തുകൊണ്ടാണ് താങ്കൾ ഒരു ഹോളിഡേ എടുക്കാത്തതെന്ന് ചോദിച്ചു. And Smith said, I do. അദ്ദേഹം പറഞ്ഞു, ഞാൻ എടുക്കാറുണ്ട്. He said, I do every day. എല്ലാ ദിവസവും ഞാൻ എടുക്കാറുണ്ട്. He said, I pray in tongues every day. ഞാൻ അന്യഭാഷയിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. And I'm refreshed and rested. ആ സമയത്ത് ഞാൻ റിഫ്രഷ്ഡ് ആകുന്നു. Hallelujah. ഹല്ലേലൂയ. We underestimate the power of tongues. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മ അന്യഭാഷയിലുള്ള സംസാരത്തിന്റെ ശക്തി നമ്മൾ അറിയുന്നില്ല. Because we have received it. നമുക്കത് ലഭിച്ചിട്ടുണ്ട്. And we don't see anything much of it. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾക്കൊരു പ്രത്യേകത തോന്നിയിട്ടില്ല. But we don't realize that this gift has been given for extended use. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത് നമ്മൾ We മനസ്സിലാക്കുന്നു. use it for a few seconds or a few minutes. കുറച്ച് മിനിറ്റ് ചിലപ്പോൾ അത് ഉപയോഗിക്കും. And we go back. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും. Not change. പിന്നെ ഒരു വ്യത്യാസവും നമ്മൾ But I've got കാണുന്നില്ല. news for you. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. This meeting is about transformation. ഇത് ഒരു വ്യത്യാസത്തിന് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ്. I want you transformed when you go. നിങ്ങൾ പോകുമ്പോൾ ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയായി പോകണം. Hallelujah. ഹല്ലേലൂയ. About a scientific study on tongues. ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. There has been many detailed scientific studies nowadays on the gift of tongues. ഇതിനെക്കുറിച്ചുള്ള അനേക സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. And it has been shown by scientific study പഠനത്തിലൂടെ മനസ്സിലാക്കിയത് that the part of your brain which is used for speech, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ ബ്രെയിനിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഗം, it's called the frontal lobe. ഫ്രണ്ടൽ ലോബ് എന്നാണ് അതിന് പറയുന്നത്. But they have realized and they have actually seen it through machines മെഷീനിലൂടെ അവർ കണ്ടിട്ടുണ്ട് that the people who speak in tongues, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ this part of their brain, അത് സാധാരണഗതിയിൽ വർക്ക് ചെയ്യാത്ത നിങ്ങളുടെ ബ്രെയിനിന്റെ ഭാഗം, no, this part of the brain is completely inactive. ആ സാധാരണഗതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ തലച്ചോറിന്റെ ആ ഭാഗം ഒന്നും പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ്. When you naturally speak, സാധാരണ സംസാരിക്കുമ്പോൾ that part is very active. ആ ഭാഗം വളരെ പ്രവർത്തിക്കുന്നു. Because that is the part the brain uses for your speech. എന്തുകൊണ്ടെന്നാൽ അതാണ് നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗം. You cannot utter one word ഒരു വാക്ക് പോലും നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കില്ല, in Malayalam or English or Arabic or any language, ഏത് ഭാഷയിലും, without using this part. ആ ഭാഗം ഉപയോഗിക്കാതെ. If that part is corrupted, ആ ഭാഗത്തിന് എന്തെങ്കിലും പറ്റിയാൽ you will lose your speech. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. But the scientists have found out പക്ഷേ സയന്റിസ്റ്റുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചു, that those who speak in tongues, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ, when they speak in tongues, അവർ സംസാരിക്കുമ്പോൾ this part of the brain ആ ഭാഗം is completely inactive. ആ ഭാഗം പ്രവർത്തിക്കുന്നില്ല എന്ന്. So it means that the tongues is not coming out of your brain. അതിന്റെ അർത്ഥം നിങ്ങളുടെ തലച്ചോറിൽ നിന്നല്ല ഈ അന്യഭാഷ വരുന്നത്. Some of you who speak in tongues, നിങ്ങൾ ചിലരിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ, you've been speaking in tongues for long, നിങ്ങൾ അനേക നാളുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, but you still doubt if you're making it up. എങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, ഞാൻ ഇത് ഉണ്ടാക്കി പറയുന്നതാണോ എന്ന്. Well, there is scientific proof. എന്നാൽ ഞാൻ പറയട്ടെ, സയന്റിസ്റ്റുകളുടെ ഇടയിൽ അതിനുള്ള തെളിവുണ്ട്. You are not making it up. നിങ്ങൾ അത് ഉണ്ടാക്കുന്നതല്ല. You cannot make it up. നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കില്ല. The Bible says, ദൈവവചനം പറയുന്നു, when we speak in tongues, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ the mind, it doesn't make any sense to the mind. മനസ്സ് അതിൽ ഇൻവോൾവ് അല്ല. Mind is completely useless when you speak in നിങ്ങളുടെ tongues. മനസ്സ് അതിൽ വ്യാപൃതനല്ല.
but your spirit is alive. നിങ്ങളുടെ ആത്മാവാണ് അത് So സംസാരിക്കുന്നത്. it is the spirit that makes you speak in നിങ്ങളുടെ tongues. ആത്മാവാണ് അത് സംസാരിക്കുന്നത്. Though you use your mouth, നിങ്ങളുടെ നാക്ക്, നിങ്ങളുടെ വാ നിങ്ങൾ ഉപയോഗിച്ചാൽ, and even though you use that, but it is your spirit that makes you to respond. നിങ്ങളുടെ വായ് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ആത്മാവാണ് അത് പ്രവർത്തിക്കുന്നത്. When you speak in tongues, it bypasses your brain, നിങ്ങളുടെ മനസ്സിന്റെ പ്രവൃത്തിയെ അത് മറികടക്കുന്നു എന്ന് പറയും. and it comes directly into your your part that controls your speech. നിങ്ങളുടെ വാക്കിനെ പ്രവർത്തിക്കുന്ന ആ ഭാഗത്തിലേക്ക് നേരിട്ട് വരുന്നു. It has been scientifically proven that those who speak in tongues for extended hours, അത് മാത്രമല്ല, അനേകം മണിക്കൂറുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവർക്ക് they rarely suffer mental problems. അവർക്ക് പലപ്പോഴും മാനസിക പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. It has been shown that they are emotionally very stable. അവർ മാനസികമായി വളരെ വളരെ സന്തുലിതമുള്ളവരാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. Another study has found out മറ്റൊരു പഠിത്തം കണ്ടുപിടിച്ചത് that there is a part of the brain which is never used. നമ്മുടെ തലച്ചോറിന്റെ ഒരു ഭാഗമുണ്ട്, അത് ഒരിക്കലും ഉപയോഗിക്കാറില്ല. Scientists have not yet found out why that part God has put there. അത് ദൈവം എന്തുകൊണ്ടാണ് ആ തലച്ചോറിന്റെ ആ ഭാഗം ഉണ്ടാക്കിയെന്ന് പോലും സയന്റിസ്റ്റുകൾക്ക് അറിയുന്നില്ല. But now they have realized, പക്ഷെ ഇപ്പോൾ അവർ മനസ്സിലാക്കി, when people who speak in tongues, ചിലർ അന്യഭാഷയിൽ സംസാരിക്കുന്നവർ, in that time ആ സമയത്ത് this part becomes തലച്ചോറിന്റെ activated. ആ ഭാഗം അപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങുന്നു. And when that part start to become activated, ആ സ്ഥലം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ it secretes chemicals ചില കെമിക്കൽസ് അത് പുറപ്പെടുവിക്കുന്നു and directs it to the immune system. നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മളുടെ പ്രതിരോധ ശക്തിക്ക് അത് നല്ലതാണ്. And because of that, അതുകൊണ്ട് somebody who speaks in tongues for extended hours, അന്യഭാഷയിൽ മണിക്കൂറുകൾ സംസാരിക്കുന്ന ആള്, they have proven that ഇത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. these people are 40% more immune. Their immune systems are stronger. 40%. അവരുടെ പ്രതിരോധ ശക്തി 40% മറ്റുള്ളവരെക്കാൾ അധികമാണ്. How many of you are excited about this? നിങ്ങൾ ഇത് കേട്ടിട്ട് എത്ര പേർക്ക് സന്തോഷമുണ്ട്? I don't want you to go back excited. ഇത് നിങ്ങൾ സന്തോഷിച്ച് മടങ്ങി പോകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. I want you to do this. നിങ്ങൾ ഇത് ചെയ്യണം. I want you to practice the gift of tongues. ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. I'm going to get into the gifts. ഈ വരങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. The Bible teaches us there are 9 gifts in the Bible. 9 വരങ്ങളെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നു. In 1 Corinthians 12:8-10, 1 കൊരിന്ത്യർ 12 8 മുതൽ 12 വരെ it talks about the 9 gifts. 9 വരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. And I have classified this into 2 parts. ഇതിനെ രണ്ടായിട്ട് തിരിക്കുന്നു. 1 Corinthians 12:8-10. 1 കൊരിന്ത്യർ 8 മുതൽ 12 വരെ. And my classification is into 2 parts. 2 ഭാഗങ്ങളായിട്ടാണ് ഇത്. And this is to make it things easier for you. ഇത് നിങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടിയാണ്. One I call it the revelatory gift. ഒന്ന് ഞാൻ വെളിപ്പെടുത്തലുകളുടെ വരങ്ങൾ, The other as the power gift. ശക്തിയുടെ വരങ്ങൾ. The gift of the dunamis. ശക്തിയുടെ വരങ്ങൾ. So under the power gifts, ശക്തിയുടെ വരങ്ങളിൽ I have a gift of faith, വിശ്വാസത്തിന്റെ വരം, gift of healing, സൗഖ്യത്തിന്റെ വരം, and the gift of working of miracles. അത്ഭുതങ്ങളുടെ വരം. So these 3 gifts, ഈ 3 വരങ്ങളും, gift of power gifts, ഇതെല്ലാം ശക്തിയുടെ വരങ്ങളിൽ കിടക്കുന്നു. and then there is the revelatory gifts. പിന്നെ വെളിപ്പെടുത്തലുകളുടെ വരങ്ങളുണ്ട്. Gift of prophecy, അതായത് പ്രവചനത്തിന്റെ വരം, gift of discerning of spirits, ആത്മാക്കളെ വിവേചന വരം, the word of wisdom and word of knowledge, വേർഡ് ഓഫ് വിസ്ഡത്തിന്റെയും വേർഡ് ഓഫ് നോളജിന്റെയും വരങ്ങൾ, and the gifts of the tongues. അന്യഭാഷയുടെ വരങ്ങൾ. The Bible has classified the gift of tongues as 2. അന്യഭാഷാ വരങ്ങൾ തന്നെ രണ്ടായിട്ട് ദൈവവചനം വിഭജിച്ചിരിക്കുന്നു. The Bible says diverse kinds of tongues, ദൈവവചനം പറയുന്നു അനേക രീതിയിലുള്ള അന്യഭാഷകൾ, and interpretation of tongues. പിന്നെ അന്യഭാഷയുടെ വിവേചന വരം. So there's 2 kinds of tongues. അപ്പോൾ അന്യഭാഷയിൽ തന്നെ 2 രീതിയിലുണ്ട്. It says diverse kinds of tongues, പല രീതിയിലുള്ള അന്യഭാഷകളെന്ന്, and interpretation of tongues. പിന്നെ ഈ അന്യഭാഷയുടെ വിവേചനം. Why does the Bible say diverse kinds of tongues? പല രീതിയിലുള്ള അന്യഭാഷകളെന്ന് എന്താണ് ദൈവവചനം പറയുന്നത്? That's why so many people, so many in the church have a lot of trouble understanding tongues. പലർക്കും സഭയിലുള്ളവർക്ക് ഇതിനെ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. Because they have heard about tongues. അവർക്ക് അന്യഭാഷയെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. And they have heard somebody saying tongues is like this or tongues is like that. അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്യഭാഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ്. And because they think the tongues is supposed to be like that. അവർ അങ്ങനെയാണ് അന്യഭാഷ എന്ന് അവർ ചിന്തിക്കുന്നതിനാൽ, and because they think like that, they are not able to
even speak in tongues. പലപ്പോഴും അവർക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ പോലും Because സാധിക്കുന്നില്ല. in their mind, എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സിൽ there is a blockage അവിടെ ഒരു തടസ്സമുണ്ട്. to let the faith release. അവരുടെ വിശ്വാസത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു തടസ്സം അവിടെ Because നിൽക്കുന്നു. every gift in the Bible എന്തുകൊണ്ടെന്നാൽ ദൈവവചനത്തിലുള്ള എല്ലാ വരങ്ങളും is released by faith. വിശ്വാസത്താലാണ് അത് പുറത്തേക്ക് വരുന്നത്. If you doubt, നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ doubt is a product of fear. ഈ സംശയം എന്ന് പറഞ്ഞാൽ പേടിയിൽ നിന്ന് വരുന്നതാണ്. And fear comes from the devil. പേടി വരുന്നത് സാത്താനിൽ നിന്നാണ്. And faith comes from God. വിശ്വാസം ദൈവത്തിൽ നിന്ന് വരുന്നു. So if there is fear, പേടി ഉണ്ടെങ്കിൽ, you cannot operate in a ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൽ പ്രവർത്തിക്കാൻ you സാധിക്കില്ല. cannot operate in a gift. നിങ്ങളുടെ വരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. It's only using your faith നിങ്ങളുടെ വിശ്വാസം ഉപയോഗിച്ച് മാത്രമാണ് can you operate every gift. നിങ്ങളുടെ വരങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ Every സാധിക്കുന്നത്. gift God has given you. ദൈവം തന്നിരിക്കുന്ന എല്ലാ വരങ്ങളും, I'm telling you, there are some people here who have not understood the giftings God has put in you. ഞാൻ പറയാൻ നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വരങ്ങളെ അറിയാത്ത ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. In your registration form there is a part which asks you what are your gifts. ഇവിടെയുള്ള തന്നിരിക്കുന്ന രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വരങ്ങൾ എന്താണെന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. When I read the last batch's answers, കഴിഞ്ഞ ബാച്ചിലുള്ള ആൾക്കാരുടെ അവരുടെ ഉത്തരങ്ങൾ ഞാൻ വായിച്ചപ്പോൾ I've realized ഞാൻ മനസ്സിലാക്കിയത്, you don't even know what it means. നിങ്ങൾക്ക് അത് എന്താണ് അതിന്റെ അർത്ഥം എന്ന് പോലും പലപ്പോഴും അറിയില്ല. Hallelujah. ഹല്ലേലൂയ. There are giftings that God has given you. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വരങ്ങൾ അനേകമുണ്ട്. But because you don't know it, പക്ഷെ അത് നിങ്ങൾ അറിയാത്തതുകൊണ്ട്, and because you don't operate in faith, നിങ്ങൾ വിശ്വാസത്തിൽ അതിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട്, many times that gift is hidden in you, പലപ്പോഴും ആ വരങ്ങൾ നിങ്ങളിൽ മറഞ്ഞിരിക്കുന്നു, waiting to come out. പുറത്തു വരുവാൻ വേണ്ടി. Somebody said the Holy Spirit is confined in a believer. ഒരാൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ആത്മാവ് ഒരു വിശ്വാസിയിൽ അടങ്ങിയിരിക്കുന്നു. Actually he said it's confined in an unbelieving believer. അതായത് ഒരു വിശ്വസിക്കാത്ത ഒരു വിശ്വാസിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന്. Many of us are like that. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. We've got the gifts, നമുക്ക് വരങ്ങളുണ്ട്, but we don't have a place to release it. പക്ഷെ അത് നമ്മൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു സ്ഥലമില്ല. We don't have a venue to release it. അത് പുറത്തേക്ക് റിലീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം We കാണുന്നില്ല. don't know how to release it. അതെങ്ങനെ ചെയ്യണം നമ്മൾ അറിയുന്നില്ല. Wow, we don't know what to do. എന്ത് ചെയ്യണം നമ്മൾ We അറിയുന്നില്ല. don't know how to stir it up. എങ്ങനെ അതിനെ ജ്വലിപ്പിക്കണം എന്ന് അറിയുന്നില്ല. And this class would we are trying to make venues for you. ഈ ക്ലാസ്സുകളിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. If you have gifts, നിങ്ങൾക്ക് വരങ്ങളുണ്ടെങ്കിൽ, if you have a calling, നിങ്ങൾക്ക് ദൈവിക വിളിയുണ്ടെങ്കിൽ, we want to help you. നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to help you release it. നിങ്ങളുടെ ആ വരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want you to get connected with other men of God that can help you. ദൈവിക മനുഷ്യരുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധത്തിലേക്ക് വരുവാനും അവർ നിങ്ങളെ സഹായിക്കുവാനും ഞങ്ങൾ And we ആഗ്രഹിക്കുന്നു. can direct it. അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ. Hallelujah. ഹല്ലേലൂയ. The 9 gifts of the Holy Spirit. ആത്മാവിന്റെ 9 വരങ്ങൾ, The diverse kinds of tongues. പല രീതിയിലുള്ള അന്യഭാഷകൾ. I'm going to talk about what the diverse kinds of tongues are പല today. രീതിയിലുള്ള ഭാഷകൾ എന്താണെന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നു. Just because you've received the tongues, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്, നിങ്ങൾക്ക് അന്യഭാഷ വരം ലഭിച്ചുകൊണ്ട് മാത്രം, see, there are 2 ways to take anything. എല്ലാ കാര്യവും എടുക്കാൻ 2 രീതിയിൽ സാധിക്കും. Somebody once took a glass of water and said, is it half full or half empty? ഒരാൾ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് അതിൽ പകുതി നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പകുതി അത് എംപ്റ്റി ആയിരിക്കുന്നു എന്ന്. There are 2 ways to look at it. 2 രീതിയിൽ എല്ലാ കാര്യവും നോക്കാം. The church saw the tongues as, സഭ പലപ്പോഴും അന്യഭാഷയെ കണ്ടത്, oh, I received it, എനിക്കത് ലഭിച്ചു, that person also received it. മറ്റേ ആൾക്ക് അത് ലഭിച്ചു, വലിയ കാര്യമൊന്നുമില്ല. When the worship goes on, ആരാധന നടക്കുമ്പോൾ sometimes I will say, ചിലപ്പോൾ ഞാൻ പറയും, then I'll go back. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകും. But God sees it പക്ഷെ ദൈവം അത് കാണുന്നു in another way. വേറെ രീതിയിൽ കാണുന്നു. He said, my best gift, അവൻ തന്റെ ഏറ്റവും വിലയേറിയ തന്റെ വരം I give the church first. അത് ആദ്യം സഭയ്ക്ക് കൊടുക്കും. See, if you had a child, നിനക്കൊരു ഒരു കുഞ്ഞുണ്ടെങ്കിൽ, and you could give it anything, എന്തും നിങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ, would you give your child the worst gift first or the best gift first? നിങ്ങൾ ആദ്യം ഏറ്റവും മേത്തരമായത് കൊടുക്കുമോ അല്ലെങ്കിൽ അല്ലാത്തത് കൊടുക്കുമോ? We as a church have generally taken everything upside down. നമ്മൾ പലപ്പോഴും നേരെ തിരിഞ്ഞാണ് കാര്യങ്ങളെ കാണുന്നത്. We don't see the way God sees things. ദൈവം കാണുന്നത് പോലെ നമ്മൾ കാണുന്നില്ല. Imagine, നിങ്ങൾ ചിന്തിക്കുക, Jesus has gone back. യേശു തിരിച്ചുപോയി. The Holy Spirit has been released. പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞു. On the day of Pentecost, പെന്തക്കോസ്ത് ദിവസത്തിൽ they were in the room for 10 days അവർ after 10 ദിവസം resurrection, അവിടെ കൂടിയിരിക്കുമ്പോൾ and they were praying, 120 people, അവർ 120 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. and the Holy Spirit has been released. പരിശുദ്ധാത്മാവ് വന്നു.
Humanity has waited for this event മനുഷ്യ കുലം ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു for 4,000 years. 4000 വർഷങ്ങൾ. And God gives the worst gift. ദൈവം ഏറ്റവും നല്ലതല്ലാത്തതാണോ കൊടുത്തത്? That's what the church thinks. അങ്ങനെയാണ് പലപ്പോഴും സഭ ചിന്തിക്കുന്നത്. But He has given you the best gift. അങ്ങനെയല്ല, ഏറ്റവും മേത്രമായതാണ് ദൈവം തന്നിരിക്കുന്നത്.